കൊല്ലം തേവലക്കരയിൽ സ്കൂളിൽ വെച്ച് ഷോക്കേറ്റ വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് സ്കൂളിൽ നടക്കുന്നത്. ആർ രാജീവ് ചേരുന്നു വിവരങ്ങളുമായി. രാജീവ്, CPM ഭരിക്കുന്ന സ്കൂൾ മാനേജ്മെന്റിനെതിരെ നാട്ടുകാരുടെയും BJPയുടെയും വലിയ പ്രതിഷേധം തന്നെയാണ് അലയടിക്കുന്നത്. നാട്ടുകാർ പറയുന്നത് പലതവണ ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും അവർ അത് ഗൗരവമായി ചെവിക്കൊണ്ടില്ല എന്നുള്ളത് തന്നെയാണ്. എന്ന് മാത്രമല്ല, ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കുന്നത് സ്കൂളിന് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് എങ്ങനെ ലഭിച്ചു എന്നതടക്കം പരിശോധിക്കുമെന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലായി ശാസ്താംകോട്ട പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു എന്നും അറിയാൻ കഴിയുന്നുണ്ട്. മറ്റ് വിശദാംശങ്ങൾ എങ്ങനെയാണ്? രോഹിണി, ഏതായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ തന്നെയാണ് പ്രദേശത്ത് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ അറിയിച്ചിരുന്നു എന്നാണ് നാട്ടുകാർ വ്യക്തമാക്കുന്നത്. കാരണം ആ ഇലക്ട്രിക് ലൈൻ പരിശോധിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വലിയ വീഴ്ച KSEBിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. മാത്രമല്ല, KSEBിയുടെ ഭാഗത്ത് മാത്രമാണ് വീഴ്ചയെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കാരണം അതിനോട് ചേർന്ന് ഇത്തരമൊരു ഷെഡ് നിർമ്മിക്കുമ്പോൾ പാലിക്കേണ്ട യാതൊരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല എന്ന് ആ ദൃശ്യങ്ങൾ തന്നെ പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ കഴിയും. ഇത് തന്നെയാണ് പ്രദേശവാസികളും പറയുന്നത്. ഈ വിഷയങ്ങളൊക്കെ നേരത്തെ തന്നെ ചൂണ്ടിക്കാണിച്ചതാണ്. എന്നാൽ പരിഹരിക്കാനുള്ള യാതൊരു ശ്രമങ്ങളും സ്കൂൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നേരത്തെ പല വകുപ്പുകൾക്കും പരാതികൾ നൽകിയിരുന്നു എന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വ്യക്തത വരണം. വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. CPM നിയന്ത്രണത്തിലുള്ള സ്കൂളാണ് ഇത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം പലതരത്തിലുള്ള ഇളവുകളും ഈ സ്കൂളിന് ലഭിച്ചു എന്നും നാട്ടുകാർ പരാതി പറയുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ ശ്രദ്ധേയമായ മറ്റൊരു കാര്യം, സ്ഥലം MLA കോവൂർ കുഞ്ഞുമോന്റെ വീട്ടിൽ നിന്നും ഏകദേശം 300-350 മീറ്റർ മാറിയാണ് ഈ സ്കൂള് സ്ഥിതി ചെയ്യുന്നത് എന്നതാണ്. എന്നിട്ട് പോലും MLAയുടെ ഭാഗത്തു നിന്നും കൃത്യമായൊരു ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടായില്ല എന്ന പരാതിയും വ്യാപകമായി തന്നെ ഉയരുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആ സ്കൂളിന് നേരെ ഉണ്ടാകുന്നു, അധികൃതർക്ക് നേരെ ഉണ്ടാകുന്നു എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. BJPയുടെ നേതൃത്വത്തിൽ രാവിലെ മുതൽ തന്നെ ഈ സ്കൂളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. ഇപ്പോൾ RYFന്റെയും അതുപോലെ തന്നെ RSPയുടെയും കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ ഈ സ്കൂളിന് മുന്നിൽ സംഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രദേശവാസികളും സ്കൂളിനെതിരെ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. അത്രത്തോളം ദാരുണമായ ഒരു സംഭവമാണ് ഉണ്ടായിരിക്കുന്നത്. ആ സ്കൂളിനോട് ചേർന്ന് ഒരു കാരണവശാലും സംഭവിക്കാൻ പാടില്ലാത്ത രീതിയിൽ അവിടേക്ക് വൈദ്യുതി ലൈൻ വലിക്കുന്നു. അവിടേക്ക് പ്രവേശിക്കാൻ കഴിയുന്ന രീതിയിൽ ഷെഡ് നിർമ്മിക്കുന്നു. മാത്രമല്ല, ഈ സ്കൂൾ കുട്ടികൾക്ക് ആവശ്യമായ യാതൊരു തരത്തിലുള്ള സുരക്ഷയും അവിടെ ഒരുക്കുന്നില്ല എന്നതും വളരെ വലിയ വസ്തുത തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ അടിയന്തരമായി ബാലാവകാശ കമ്മീഷൻ കേസെടുത്തിരിക്കുന്നത്. ബാലാവകാശ കമ്മീഷൻ ഇപ്പോൾ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. ജില്ലാ പോലീസ് മേധാവിയോടും വിദ്യാഭ്യാസ വകുപ്പിനോടുമാണ് ബാലാവകാശ കമ്മീഷൻ റിപ്പോർട്ട് തേടിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കാനുള്ള നിർദ്ദേശമാണ് ബാലാവകാശ കമ്മീഷൻ നൽകിയിരിക്കുന്നത്. ഇതിനൊപ്പം തന്നെ ശാസ്താംകോട്ട പോലീസും ഈ വിഷയത്തിൽ കേസ് എടുത്തിരിക്കുന്നു. അസ്വാഭാവിക മരണത്തിലാണ് ശാസ്താംകോട്ട പോലീസ് കേസെടുത്തിരിക്കുന്നത്. വലിയ പ്രതിഷേധങ്ങൾ തുടരും എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അതായത് ആരാണോ വീഴ്ച വരുത്തിയത് അവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. ഇത്രയും നാൾ പരാതി പറഞ്ഞിട്ടും എന്തുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യവും ഇവിടെ ഉയരുന്നുണ്ട്. ഇതിനൊപ്പം തന്നെയാണ് ഈ വകുപ്പുകൾ പരസ്പരം പഴിചാരുന്നത്. വിദ്യാഭ്യാസ വകുപ്പും അതുപോലെ തന്നെ KSEBയും ഇപ്പോൾ പരസ്പരം പഴിചാരിക്കൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. അത്തരത്തിലുള്ള വീഴ്ചകൾ ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് KSEB ഇത് പരിഹരിച്ചില്ല എന്ന ചോദ്യമാണ് പ്രദേശവാസികൾ മുന്നോട്ട് വെക്കുന്നത്. വിദ്യാഭ്യാസ വകുപ്പ് ഈ വിഷയം എന്തുകൊണ്ട് പരിഹരിച്ചില്ല എന്ന ചോദ്യവും വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ഏതായാലും ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ നഷ്ടമാകുന്ന അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു. ഇത്രയും താഴ്ന്ന ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികളുള്ള ഒരു സ്കൂളിലാണ് ഈ രീതിയിൽ വൈദ്യുതി ലൈൻ വലിച്ചിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. അത്തരമൊരു സംഭവം ഉണ്ടായിട്ടും അല്ലെങ്കിൽ ഈ രീതിയിൽ അപകടകരമായ അവസ്ഥയിൽ വൈദ്യുതി ലൈൻ കിടക്കുമ്പോഴും ആ കാര്യം എന്തുകൊണ്ട് കൃത്യമായി അറിയിച്ചില്ല, അത് പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തിയില്ല, അത് പരിഹരിച്ചതിന് ശേഷം മാത്രമല്ലേ ക്ലാസുകൾ നടത്തേണ്ടത് എന്ന ചോദ്യം വളരെ കൃത്യമായി തന്നെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും വലിയ ഒരു അനാവസ്ഥ ഉണ്ടായിരിക്കുന്നു. അതിന്റെ ഭാഗമായി ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അത് പരിഹരിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല. ആ രീതിയിലുള്ള വീഴ്ച വലിയ രീതിയിൽ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾ വളരെ ശക്തമായി ഉയരുന്നതും. ഏതായാലും ഇപ്പോൾ BJPയുടെ നേതൃത്വത്തിൽ സ്കൂളിന് മുന്നിൽ പ്രതിഷേധം തുടരുകയാണ്. സ്കൂളിന് പുറത്ത് RYF, RSP അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലും പ്രതിഷേധങ്ങൾ തുടരുകയാണ്. രോഹിണി, രാജീവ്, അത് മാത്രമല്ല, ഇത്ര വലിയൊരു ദാരുണമായ ഒരു സംഭവം നടന്നിട്ടും ചിലരുടെ ഭാഗത്ത് നിന്ന് ഇപ്പോഴും ഈ സ്കൂൾ മാനേജ്മെന്റിനെ ന്യായീകരിക്കുന്ന ചില പ്രസ്താവനകൾ വന്നു എന്നുള്ളതാണ്. നേരത്തെ ജനം TVയോട് പ്രതികരിച്ച ജില്ലാ പഞ്ചായത്ത് അംഗമടക്കം പറഞ്ഞത് ഈ കുട്ടി അല്ലെങ്കിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥികൾ ഷെഡിന് മുകളിലേക്ക് കയറുമെന്ന് ആരും കരുതുന്നില്ലല്ലോ എന്നുള്ളതാണ്. തികഞ്ഞ ലാഘവ മനോഭാവത്തോടെയാണ് ഇത്രയും വലിയൊരു ദുരന്തമുണ്ടായിട്ടും ഇതിനെ അവരൊക്കെ സമീപിക്കുന്നത് എന്നുള്ളതാണ്. എന്ന് മാത്രമല്ല, സ്കൂൾ മാനേജ്മെന്റിനെ ഏതു വിധേനയും രക്ഷപ്പെടുത്തുക, അവരെ ന്യായീകരിക്കുക തുടങ്ങിയ തത്രപ്പാടുകളും കൂടി ഇവർ നടത്തുന്നുണ്ട് എന്നുള്ളതാണ്.
രോഹിണി, CPM നിയന്ത്രണത്തിലുള്ള മാനേജ്മെന്റാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായി തന്നെ CPM ആണ് ഈ സ്കൂൾ ഭരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഴ്ച, ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടാകുമ്പോൾ അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് CPM-ന് ഒരു കാരണവശാലും ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ഥലം MLA കോവൂർ കുഞ്ഞുമോന്റെ വീട്ടിൽ നിന്ന് 450 മീറ്റർ മാത്രം അകലെയാണ് ഈ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത്. എന്തുകൊണ്ട് MLA-ക്ക് ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ലഭിച്ചില്ല, അല്ലെങ്കിൽ പരാതികൾ ലഭിച്ചിരുന്നോ, എന്തുകൊണ്ട് പരിഹരിക്കാൻ ആവശ്യമായ ശ്രമങ്ങൾ നടത്തിയില്ല എന്നുൾപ്പെടെയുള്ള ചോദ്യങ്ങൾ വളരെ ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. അതായത് RSP ആണ് അവിടെ ഭരിക്കുന്നത്, RSP ആണ് സ്ഥലത്തെ പ്രതിനിധാനം ചെയ്യുന്നത്. ഇതിനൊപ്പം CPM-ന് വളരെ സ്വാധീനമുള്ള സ്ഥലം, CPM-ന്റെ സ്കൂള്, അത്തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ നിലനിൽക്കുമ്പോഴാണ് അത് പരിഹരിക്കാൻ ആവശ്യമായ യാതൊരു തരത്തിലുള്ള ശ്രമങ്ങളും CPM-ന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല, CPM-ന്റെ ജനപ്രതിനിധികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നില്ല എന്ന വസ്തുത നിലനിൽക്കുന്നത്. ശരി, രാജീവാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകാം. അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് അലയടിക്കുന്നത്. ABVP സംസ്ഥാന സെക്രട്ടറി EU ഈശ്വരപ്രസാദ് സംസാരിക്കുന്നു തത്സമയം. കഴിയുമെങ്കിൽ കഴിഞ്ഞോളൂ എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. വലിയ പ്രതിഷേധവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇവിടുത്തെ ഈ അധികാരികൾക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നതുവരെ ABVP-യും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും സമരവുമായിട്ട് മുന്നോട്ട് പോകും എന്ന് ഈ അവസരത്തിൽ പ്രഖ്യാപിക്കുക. കൊല്ലം തേവലക്കര സ്കൂളിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തന്നെയാണ് നടക്കുന്നത്. ഒരു വിദ്യാർത്ഥിയുടെ മരണത്തിനിടയാക്കിയ ഏറ്റവും ഗൗരവതരമായ അലംഭാവം. സ്കൂൾ മാനേജ്മെന്റിനെ ഇത് പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും, ഈ വിഷയത്തിൽ പലതവണ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അവർ കാര്യമായ മറ്റൊരു നടപടിയും സ്വീകരിച്ചില്ല. നാട്ടുകാരുടെ ഭാഗത്തു നിന്നും BJP-യുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ്. BJP പ്രവർത്തകർ സ്കൂൾ കവാടത്തിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ശക്തമായ പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എവിടെ പോയി സർക്കാർ? എവിടെ പോയി പ്രിൻസിപ്പാൾ? എവിടെ പോയി KSEB? നിങ്ങൾക്കെതിരെ പ്രതിഷേധം, ABVP-യുടെ പ്രതിഷേധം, സംഘപരിവാർ പ്രതിഷേധം. കളിച്ചോ സൂക്ഷിച്ചോ, ഇന്നീ സമര സൂചന മാത്രം. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു വിദ്യാർത്ഥിയെ ഈ സ്കൂളിൽ വെച്ച് കൊന്നിരിക്കുകയാണ്. ഇവിടുത്തെ മാനേജ്മെന്റിന് ഒരു ഉത്തരവാദിത്വമില്ല എന്നാണ് ആ മാനേജ്മെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി പറയുന്നു പ്രിൻസിപ്പലിന് വേറെന്തായിരുന്നു പണിയെന്ന്. ആ വിദ്യാഭ്യാസ മന്ത്രി ഒന്ന് ചോദിക്കണം, ഇവിടുത്തെ വിദ്യാഭ്യാസ വകുപ്പിലെ ഓഫീസർമാർക്ക് ഇവിടെ എന്തായിരുന്നു പണി? നിങ്ങൾ ചെക്ക് ചെയ്തോ ഈ സ്കൂളിന്റെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ? ഇതിനുള്ളിൽ കൂടെ KSEB ലൈൻ പോകുന്നത് നിങ്ങൾ ചെക്ക് ചെയ്തോ? ഇവിടെ KSEB ഉദ്യോഗസ്ഥരുണ്ട്. ഈ KSEB ഉദ്യോഗസ്ഥർക്കെതിരെയും ഇതിന് അനുമതി കൊടുക്കേണ്ട, അല്ലെങ്കിൽ ഇതിന് സാങ്ഷൻ കൊടുക്കേണ്ട വിദ്യാഭ്യാസ വകുപ്പ്, ആ വകുപ്പിന്റെ ഓഫീസർമാർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കുന്നതുവരെ ABVP-യും സംഘപരിവാർ പ്രസ്ഥാനങ്ങളും സമരവുമായിട്ട് മുന്നോട്ട് പോകും. അതാണ് ഈ വിഷയത്തിൽ ABVP-യുടെയും മുഴുവൻ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും നിലപാട്. പ്രതിഷേധം 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 പ്രതിഷേധം
അതിശക്തമായ പ്രതിഷേധമാണ് കൊല്ലം തേവലക്കര സ്കൂളിൽ പരിസരത്ത് നടക്കുന്നത്. വിദ്യാർത്ഥിക്ക് ദാരുണാന്ത്യം സംഭവിച്ച വിഷയത്തിൽ അധികൃതരുടെ അനാസ്ഥ എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത്. സ്കൂൾ കവാടത്തിനുള്ളിൽ നിന്നുകൊണ്ടതാണ് പ്രതിഷേധം, BJPയുടെ പ്രതിഷേധം ഇപ്പോൾ നിലവിൽ നടക്കുന്നത്.